ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ പരീക്ഷ അഭിമുഖീകരിക്കുന്ന എൻ്റെ വിദ്യാർത്ഥി കൂടപ്പുറപ്പ് ഇവിടെ വെറുതെ ഇരിക്കുകയാണ് സുഹൃത്തുക്കളെ. നാളെ ഇവൾ പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അവളുടെ പരീക്ഷാ പ്രിപ്പറേഷനാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവളുടെ പരീക്ഷയുടെ കാര്യങ്ങളും ആ പരീക്ഷ നോക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവത്തിന് വിട്ടിരിക്കുകയാണ്. അതായത് എൻ്റെ പരീക്ഷ ദൈവം നോക്കിക്കോളും, ഞാൻ പഠിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ പരീക്ഷ അത് ദൈവം നോക്കിക്കോളും എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് പിള്ളേർക്കൊക്കെ. ഒന്നുമില്ലെങ്കിലും ഞാനൊക്കെ +2 കഴിഞ്ഞിട്ടാണ് എൻ്റെ പരീക്ഷകൾ ദൈവത്തിന് വിട്ടു കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇവരൊക്കെ എത്രയാണ് 5-ലായപ്പോഴത്തേക്കും അവരുടെ പരീക്ഷകളുടെ കാര്യങ്ങളൊക്കെ ദൈവം നോക്കിക്കോട്ടെ എന്ന് വിചാരിച്ചങ്ങ് വിട്ട് എൻ്റെ പരീക്ഷ ദൈവം നോക്കിക്കോളും എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് ഇപ്പോഴത്തെ പിള്ളേർക്കെല്ലാം. പ്രേക്ഷകരെ, പരീക്ഷകളെ തെല്ലും ഭയമില്ലാത്ത കുട്ടികളുടെ ഇന്നത്തെ മനോഭാവത്തെ പറ്റി നിങ്ങളെങ്ങനെയാണ് കണ്ടുവരുന്നത്? എനിക്കതാണ് വേറൊരുത്തൻ നാളെ എന്തോ പരീക്ഷ, ബയോളജി പരീക്ഷ കാരണം ജിമ്മിന് പോലും വരാതെ ഇവൻ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യുകയായിരുന്നു സുഹൃത്തുക്കളെ? ഇവൻ TV കാണുകയായിരുന്നു സുഹൃത്തുക്കളെ. പിന്നെ എന്ത് കാര്യത്തിനാണ് ഇവൻ ഇന്ന് ജിമ്മ് വേണ്ടാന്ന് വെച്ചത്? ഇതൊക്കെയാണ് എൻ്റെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. എന്ത് ക്ലാസ്സാണ് താങ്കൾ കണ്ടത്? പറയൂ, എന്ത് ക്ലാസ്സാണ് താങ്കൾ പറയും? എന്താണ് താങ്കൾ പോയാ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പരീക്ഷകളെ തെല്ലും ഭയമില്ലാത്തതിനെ പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ എൻ്റെ എന്തായാലും പ്രാഥമിക പഠനം എത്ര വരെയാണ് ഉള്ളത്? +2 വരെ. അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വളരെ വ്യക്തമായിട്ട് അച്ഛയോട് ചോദിക്കും. അച്ഛ, ഇപ്പോഴത്തെ കുട്ടികൾ പരീക്ഷകളെ തെല്ലും ഭയമില്ലാതിരിക്കുന്നതിനെ പറ്റി അച്ഛക്ക് എന്താണ് പറയുന്നത്? ഭയക്കാതെ പരീക്ഷയെ നേരിടുക. അച്ഛൻ ഫയലുകളുടെ ടീമാണ് ഗൈസ്. ഭയക്കാതെ പരീക്ഷകളെ നേരിടുക എന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അച്ഛ പിള്ളേരുടെ ടീമാട്ടോ. അച്ഛയോട് ഞാൻ ചോദിച്ച്, അച്ഛ ഇപ്പോഴത്തെ പിള്ളേർ പരീക്ഷകളെ തെല്ലും ഭയമില്ലാതെ നേരിടുന്നതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? അച്ഛയോട് ഞാൻ ചോദിച്ചു. അപ്പം അച്ഛൻ കുറേ നേരം ഇങ്ങനെ നിന്നിട്ട് പറയാം, പരീക്ഷകളെ ഭയമില്ലാതെ നേരിടുക. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് അച്ഛൻ ബ്രോ കെയിം, ബ്രോ ഹിറ്റ് ദ 999+ ഓറ, ബ്രോ ലെഫ്റ്റ്. ഹലോ ഗായ്സ്, ഇപ്പോൾ 11:30 സമയം ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇപ്പോഴും നാളെ എക്സാം എഴുതാൻ പോകുന്ന എൻ്റെ കൂടപ്പിറപ്പായിട്ടുള്ള വിദ്യാർത്ഥികൾ ഇപ്പോഴും ഇവിടെയൊക്കെ നടക്കുന്നതേ ഉള്ളൂ സുഹൃത്തുക്കളെ. ഇവിടെ നടക്കുന്നത് എന്താണ്? നാളത്തെ പരീക്ഷയെ പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? മൃദുൽ ടാറ്റ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൃദുൽ എല്ലാം പഠിച്ചിരിക്കുകയാണ്. എൻ്റെ ദൈവങ്ങളെ എൻ്റെ നാളെ പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും, ആര് പഠിച്ചില്ലെങ്കിലും പഠിച്ചാലും എല്ലാവർക്കും നല്ല രീതിയിൽ മാർക്കുകൾ ലഭിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ചെറിയ വ്ളോഗ്, തട്ടിക്കുട്ടി വ്ളോഗ് നമ്മളിവിടെ അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു. എല്ലാവരും വീഡിയോ കണ്ട എല്ലാവരും നമ്മുടെ വ്ളോഗ് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കണം. ഇങ്ങനെ ഒരുത്തിന് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്, നിങ്ങളുടെ സമയം പോകണമെങ്കിൽ ഇതൊക്കെ ഇരുന്ന് കാണും, നല്ല രസമാണ്. വലിയ രസമില്ലെങ്കിലും നല്ല രസമാണ്, നിങ്ങളങ്ങ് പറയണം. അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഇച്ചിരി ഗ്രോത്തൊക്കെ ഉണ്ടാവും ഗൈസ്. അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി. ഇങ്ങനെ ഒരു ചിഹ്നം, ഒരു ലവ്, അങ്ങനെയൊക്കെ മതി. അല്ല മൃദുൽ, അതേന്ന് പറ. മൃദുൽ ഈസ് എ ഷൈ പേഴ്സൺ. നമ്മൾ പറഞ്ഞ കൂടി പോന്നു. അതുകൊണ്ട് എല്ലാവർക്കും വണക്കം.